ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചെറിയൊരു ഒത്തുകൂടൽ നടത്തുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തുകൂടാൻ പോകുന്നത് നമ്മളെ വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്ത് ഒരു 6-7 കിലോമീറ്റർ അപ്പുറം ഒരു ചെറിയൊരു ഹോം സ്റ്റേ ഉണ്ട്. കാനായി ഹെറിറ്റേജ് ഹോം സ്റ്റേ എന്നാണ് അതിൻ്റെ പേര്. ഇന്ന് ഉച്ചക്ക് 12 മണി തൊട്ട് നാളെ ഉച്ചക്ക് 12 വരെയാണ് നമ്മളെ സമയം വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ട് കഴിഞ്ഞത്, ഏകദേശം ഒരു 3:30 മണി കഴിഞ്ഞു അവിടെ എത്തുമ്പോൾ തന്നെ. ആശ്വിക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. എണീച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഒച്ചപ്പാടും ബഹളവും ആയിരിക്കും ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം. ചുറ്റും നല്ല ആംബിയൻസ് ആണ്, റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടെന്ന് വെച്ചാൽ പഴയൊരു വീടാണ്. അത് അവർ അത്യാവശ്യം ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ പോകുമ്പം തന്നെ എൻ്റെ ചുറ്റും ആ മതിലിൻ്റെ സൈഡിലൊരു മയിലിനെ കണ്ടിന്, അത് എടുക്കാൻ പറ്റി. നമ്മൾ കണ്ടവിടെ അപ്പോൾ അങ്ങ് ഓടിപ്പോയി. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇത് ബാക്ക് സൈഡാണ്. നമുക്കിനി ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. നല്ല തുളസിത്തറയുണ്ട്, അതേപോലെ ഇരിക്കേണ്ട ബെഞ്ചും കാര്യമൊക്കെ ട്രഡീഷണൽ ലുക്ക് തന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഊഞ്ഞാല. എല്ലാവരും വന്ന് ആദ്യം ഊഞ്ഞാലായിരുന്നു നോക്കി. നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് പുറത്തിലെ ഒരു റൂം വരുന്നത്. മൊത്തം 5 റൂമാണ് വരുന്നത്. ബാക്കി 2 റൂം അപ്പുറ സൈഡിലാണ്. 2 മുകളിലുണ്ട്, 2 താഴെയുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മളെ ഹോം സ്റ്റേൻ്റെ പേര്, കാനായി ഹെറിറ്റേജ് ഹോം സ്റ്റേ. അപ്പോൾ ഇതാണ് ഒരു മുറി വരുന്നത്. ഇത് പൂജാമുറി. എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. പൂജാമുറിയും കാര്യമെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ്. മുറികളും കാര്യമെല്ലാം എല്ലാം നല്ല വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇതാണ് ഡൈനിങ് ഹാള്, TV ഇതൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഇതിലൊരു അകത്തളമുണ്ട് പുറത്ത്. ഈ കാണുന്നത് ഒരു ചെറിയൊരു അകത്തളം പോലെയാണ്. ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഗ്രില്ലെല്ലാം ചെയ്യണമെങ്കിൽ അതിൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതാണ് അടുക്കള വരുന്നത്. ഈ കാണുന്നതാണ് രവിച്ചേട്ടൻ. രവിച്ചേട്ടനാണ് നമുക്ക് ഇവിടെ വേണ്ട എല്ലാ സഹായം ചെയ്തു തരുന്നത്. അപ്പോൾ എന്നാൽ അവിടെ നമുക്ക് കുടിക്കാൻ വെള്ളം തന്നു. ചായ വേണമെന്ന് ചോദിച്ചു, പക്ഷേ ചായ കുടിക്കാനായിട്ടില്ല, കുറച്ചും കൂടി കഴിയണം. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് 2 റൂമുണ്ടോ, നമുക്ക് അതും കൂടി കയറി വെക്കാം. ചെറിയ കോണിയാണ് ഉള്ളത്. ഒന്ന് പിടിച്ച് കയറണം. പണ്ടത്തെ വീടിനൊക്കെ അങ്ങനെയല്ലേ കോണി ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഒരു മുറി വരുന്നത്. മുകളിലെ 2ാമത്തെ മുറി ഇതാണ്. ഇതിൻ്റെ മുകളിലൊരു മച്ചുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ കയറി നോക്കാൻ പറ്റില്ല, ഫുൾ ഇരുട്ടായതുകൊണ്ടൊന്നും കാണുന്നില്ല ക്യാമറയിൽ. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി വരുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കുളം ഉണ്ടെന്ന് പറഞ്ഞു, ആദ്യം ഒന്ന് കുളം കണ്ടിട്ട് വരാം. കുളത്തിലിപ്പം വെള്ളം കുറവാണ്, അത്യാവശ്യം നല്ല വെള്ളം ഇല്ല. മഴക്കാലത്തെല്ലാം നല്ല രസമുണ്ടാവും. ഇതിപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്, ഒരാളാഴം പോലും ഇല്ല. പക്ഷെ കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാത്രി ഗ്രില്ലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കനൊക്കെ മസാല പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇച്ചിരി പാത്രത്തിലാണ് കൊണ്ടുവന്നത്. അത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചോ. നമ്മൾ ഫോട്ടോഷൂട്ടും കൂടി വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതോ നാളെ മുണ്ടെടുത്ത് ഇങ്ങനെ ഇരിക്കുവാ, ഞാൻ സൈഡിൽ ഇങ്ങനെ നിൽക്കാം. അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറയണേ. ഇത് നമ്മളെ ചിക്കു, ഇത് നമ്മളെ അബി, സുധി, നമ്മളെ ആശ്വി. നല്ല ചിരിയാണ്. എണീറ്റ് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായത്, ഇപ്പൊ എണീറ്റ്. സോ ഗൈസ്, നമുക്കിനി കിച്ചണിലേക്ക് പോകാം. കിച്ചണിൽ കുറച്ച് കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഇതാരാ? ചിക്കൻ വാങ്ങിച്ചപ്പോൾ കുറച്ച് ലിവർ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സുധി അത് മുറിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഒരാള് എന്നാക്കുന്നേക്കോ എന്നാക്കുന്നേ കുല്ലിയാനാ ആക്കുന്ന പറ മയോണൈസ്
നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് ലിവർ വരട്ടിയത്. ഉള്ളി മുറിയുന്നില്ല, ഉള്ളി മാത്രം മുറിയുന്നില്ല. ഇപ്പൊ കൈമുറിക്കൊന്നും നമ്മളെ റെഡിയിട്ട് ചായ ആക്കി അതുപോലെ മെസ്സും കൊണ്ടു തന്നു. ഞാൻ കഴുകി കുറച്ച് പറയണ്ടേ, ഒന്നും കൂടെ തവാരത്തേക്കാം. ചോക്ലേറ്റ് കൊണ്ട് ഫേഷ്യൽ ചെയ്ത് ഞാൻ നിർത്തി അല്ലേ? ചിക്കൻ കരള് വരട്ടിയത്. ഇത് ഞാൻ ജസ്റ്റ് ഇവരെ അടുക്കളയിൽ പാചകം ചെയ്യുന്നതും കാണാണ്ട് ക്യാമറ വെച്ചിട്ട് പോയതാ. ഇതാണ് ഇവരെ അവസ്ഥ അടുക്കളയിൽ. മൈനസ് ആക്കിൽ കുറച്ച് മുട്ടേന്റെ മഞ്ഞ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ നമ്മളിട്ട് ഓംലെറ്റ് അടിച്ചു. ഇനിയിപ്പോ അത് നമ്മൾ തിന്നാൻ പോകും. ടേസ്റ്റ് നോക്കാൻ ആശുപത്രി കുഞ്ഞ് ഇതാന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ സൂപ്പർ എന്ന് പറയും. സൂപ്പർ ഗുഡ് ഗേൾ സൂപ്പർ. ഇത് ജെന്യൂൻ റിവ്യൂ ആണ് കേട്ടോ. അത് നല്ല ഉണ്ടാ? സൂപ്പർ ഉണ്ട്. അത് തിന്നു തിന്നത് ലിവർ പെരട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ലല്ലേ? മറ്റോള് കറങ്ങി പോയപ്പോ പടച്ചോറാ നമ്മേലാക്കി. ഇവള് അടുത്ത് തന്നെ പോയി ഇരിക്കുന്നുണ്ടാ അറിയാം നീ ചിക്കൻ. അപ്പുറത്തെ പറമ്പിൽ നല്ല മാവുണ്ട്. അതിൽ 2-3 മാങ്ങയും ഉണ്ട്. ചിക്കു പറഞ്ഞ മാങ്ങ പറിച്ച് നമുക്ക് ഉപ്പും മുളക് ഇട്ട് തിന്നായിരുന്നു. അങ്ങനെ കയറി നോക്കുവാണ്. 2 മാങ്ങ കിട്ടി. വാ പച്ചമാങ്ങ നീ പോയിട്ട് സോനു ഇപ്പൊ മുട്ട മാറുന്ന മുട്ട മാറും. എന്തോ എടുക്കടാ വേഗം ഫോട്ടോയിലും. നാണം വരുന്നത് നമുക്ക് പറങ്കിപ്പൊടി വേണ്ട. ഭയങ്കര പുളിയില്ലേ? പുളി കുറവാണ്. പുളിയേ ഇല്ല. അയ്യോ നിങ്ങൾ പുളി വേണ്ടാത്ത പുളി വേണമെന്നവരാ. എനിക്ക് ഇത്രയൊന്നും പുളി അത് ഓള് കണ്ടില്ല. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന നാളെ രാവിലത്തേക്കുള്ള ചിക്കൻ കറി. കാരണം രാവിലെ എന്തായാലും ലേറ്റ് ആവും എണീക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ ചിക്കൻ കറി.
പാട്ട് പോയി. ഇപ്പോൾ ചിക്കൻ നമ്മൾ ഗ്രില്ലാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫുഡെല്ലാം ആയി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കാണാം. ഇവിടെ ഇല്ലയിൽ വെച്ചിട്ട് ഏറ്റവും രസമുള്ള സ്ഥലമല്ലേ? പക്ഷെ ഇത് ഇത്രയും ഇത് പാളി വേണ്ടിവരും. കുറച്ച് കുറക്കണമായിരുന്നു അല്ലേ? ഇതിപ്പോൾ കുറേ കൂടുതൽ. 2 മതിയാണ്. നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ നല്ല വയലുണ്ട്. അപ്പുറത്ത് ഫുള്ള് വയലാണ്. മഞ്ഞുണ്ട് കുറച്ച്. നല്ല കളർ. പക്ഷെ അതിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ താഴേക്ക് പോവാം. ബാക്കിയുള്ളവർ എണീച്ചോന്ന് അറിയില്ല. നോക്കാം. നമ്മൾ താഴോട്ടേക്ക് വന്നു. അപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഇതായിരുന്നു. രവിയേട്ടൻ രാവിലെ തന്നെ തുളസിത്തറയിൽ വെള്ളമൊക്കെ ഒഴിച്ച് പൂജാമുറിയിൽ പൂവിടാൻ വേണ്ടിയിട്ട് പൂ പറിക്കാൻ വേണ്ടി പോവായിരുന്നു. അങ്ങനെ നമ്മൾ കുളിച്ച് റെഡിയായി. ഇന്നടുത്ത പരിപാടി ഫോട്ടോഷൂട്ടാണ്. ലൈറ്റ് പോകുന്നതിന് മുമ്പിട്ട് ഫോട്ടോ എടുക്കണം. അപ്പോൾ അബി അതിൻ്റെ എല്ലാ സെറ്റപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. അബിയാണ് നമ്മളെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു മയിൽ. ഇനി അടുത്ത മെയിൻ ടാസ്ക്കാണ് ആശുക്കുട്ടീൻ്റെ ഫോട്ടോ എടുക്കൽ. ക്യാമറ നോക്കുമ്പോൾ ആശുക്കുട്ടി ചിരിക്കില്ല. അല്ലാത്ത സമയത്ത് ഭയങ്കര ചിരിയാണ്. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചിക്കൻ കറി. ചിക്കൻ നമ്മൾ ഇന്നലെ ആക്കി വെച്ചു. കാരണം രാവിലെ സമയം കിട്ടില്ല എന്നറിയാം. ഫോട്ടോഷൂട്ടെല്ലാം ഉള്ളതുകൊണ്ട് ഇന്നലെ തന്നെ ചിക്കൻ കറി ആക്കി വെച്ചു. പുട്ട് ആക്കാൻ പോവാണ്. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെൽ ഡ്രസ്സിലായതുകൊണ്ട് നമുക്ക് തേങ്ങ ചിരകാൻ പറ്റിയില്ല. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു ഞാൻ ചെറിയ തരാമെന്ന്. പൊടി ഇത്രക്കാരി കൂടി ഉണ്ട്. ഒരു കഷ്ണമൊക്കെ ഉണ്ട്. ചായ റെഡിയാണ്. പൊറോട്ടയുണ്ട്, പുട്ടുണ്ട്, ചിക്കനുണ്ട്, ചിക്കൻ കറിയുണ്ട്. അത് മറ്റെടുക്കണ്ട. അത് ഇന്നലത്തെ എല്ലാവരും ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു സമയം 11 മണീൻ്റെ അടുത്ത് ആയി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണ്. 12 മണി വരെയാണ് നമ്മളെ സമയം. ബൈ ബൈ. ടാറ്റ. അപ്പൊ ഏവർക്കും വണക്കം. കുഞ്ചൂസ് ടാറ്റ പറഞ്ഞേ. ടാറ്റ. അപ്പം നമ്മൾ ചെക്കൗട്ട് ചെയ്യുവാണ്. നമ്മൾ മിസ് ചെയ്യും വല്ലാണ്ട് ഈ സ്ഥലം. കാരണം അത്രയും രസമായിരുന്നു ഇവിടുത്തെ സ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.